നമസ്കാരം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഗേൾ ഇൻ ദ ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 2021 പുറത്തിറങ്ങിയ ഒരു സിനിമയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ കഥ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്തതാണ്. എലിസബത്ത് പ്രിസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയുടെ ജീവിതത്തിൽ ആസ്ട്രിയയിൽ നടന്ന ഒരു സംഭവം. 2008 ഈ കഥയ്ക്ക് ആസ്പദമായ സംഭവം നടന്നത്. അപ്പോൾ കഥയിലേക്ക് നമുക്ക് പോവാം. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു മൊട്ടത്തലയൻ കാർ ഓടിച്ചു പോവുകയാണ്. ആ കാറിൻ്റെ പിൻസീറ്റിലായിട്ട് ഒരു സ്ത്രീയും അവളുടെ മടിയിൽ ശ്വാസമെടുക്കാൻ കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെയും കാണാം. ഇതുവരെ നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും നീ അവിടെ ചെന്നിട്ട് പുറത്തു പറയാൻ ശ്രമിച്ചാൽ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊന്നുകളയുമെന്ന് ആ മൊട്ടത്തലയൻ അവളെ ഭീഷണിപ്പെടുത്തുന്നു. ആശുപത്രിയിലെത്തിയ ഉടനെ ആ മൊട്ടത്തലയൻ ആ പെൺകുട്ടിയെയും എടുത്ത് ആശുപത്രിക്കുള്ളിലേക്ക് ഓടുന്നു. അവളെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. സിനിമയുടെ ടൈറ്റിൽ കാർഡ് അവിടെ കാണിച്ചുകൊണ്ട് സിനിമ 20 വർഷം പിന്നിലേക്ക് പോകുന്നു. ഇപ്പോൾ ആ മൊട്ടത്തലയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പെൺമക്കളും കൂടി രാത്രി ഭക്ഷണം കഴിക്കുകയാണ്. ആ മൊട്ടത്തലയൻ്റെ ഒരു മോളാണ് നമ്മുടെ സിനിമയിലെ നായിക. അവളുടെ പേര് സാറ എന്നാണ്. ആ സമയം നമ്മുടെ സാറ തൻ്റെ ബോയ് ഫ്രണ്ടിനോടൊപ്പം ഇന്ന് രാത്രി ഒരു പാർട്ടിക്ക് പോവുകയാണെന്നും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാനൊരുങ്ങുന്നു. അപ്പോൾ അവളുടെ അച്ഛൻ ആ മൊട്ടത്തലയൻ നിന്നോട് ആരടി ഇപ്പോൾ പാർട്ടിക്ക് പോകാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ചൂടാവുന്നു. ഞാൻ ഓൾറെഡി അമ്മയുടെ അടുത്തുനിന്ന് പെർമിഷൻ വാങ്ങിയതാണ്, ഇനി നിങ്ങളുടെ പെർമിഷനൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് സാറ പറയുന്നു. അതോടെ ആ മൊട്ടത്തലയന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഒരു കാരണവശാലും നിന്നെ ഞാൻ ഇന്ന് പോകാൻ അനുവദിക്കില്ല, പോയി കിടന്നുറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് അവളോട് ദേഷ്യപ്പെടുന്നു. പക്ഷേ നായികയുടെ പ്രായം അതല്ലേ, പുള്ളിക്കാരി അച്ഛൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. എല്ലാവരും ഉറങ്ങിയ സമയത്ത് മെല്ലെ മതിൽ ചാടുന്നു. രാത്രി നായികയുടെ അമ്മ വന്നിട്ട് പാല് കുടിച്ചിട്ട് കിടക്കുമെന്ന് പറഞ്ഞിട്ട് വാതിലിൽ തട്ടുന്നു. പക്ഷേ നായിക എവിടെയുണ്ടോ, അവൾ ഓൾറെഡി കാമുകൻ്റെ കൂടെ പാർട്ടിക്ക് പോയില്ലേ. അപ്പോൾ ആ മൊട്ടത്തലയൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് ആ വാതിൽ തുറക്കുന്നു. അതിനുള്ളിൽ മകളില്ലല്ലോ. അതുകൊണ്ട് ദേഷ്യം വന്ന അയാൾ എൻ്റെ വാക്ക് ധിക്കരിച്ചു പോകാൻ എനിക്ക് ധൈര്യമൊന്നും പറഞ്ഞിട്ട് വെളുക്കുന്നത് വരെ നേരെ വീടിന് പുറത്ത് ഒരു കസേരയിട്ട് പുള്ളിക്കാരി വരുന്നതും കാത്തൊരൊറ്റയിരിപ്പ്. രാത്രി മുഴുവൻ കാമുകൻ്റെ കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് സാറ രാവിലെ വീട്ടിലേക്ക് വരുന്നു. ഈ മൊട്ടത്തലയൻ ഇറയത്ത് തന്നെ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ട്. സാറ് വന്ന ഉടനെ അയാൾ എഴുന്നേറ്റ് എവിടെ പോയിട്ട് പരിപാടി എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു. പാർട്ടിക്ക് പോയതാണ്, അതിനെന്താ ഇപ്പോൾ എന്ന് സാറ മറുപടിയും പറയുന്നു. ഓ, നിനക്ക് അത്രക്ക് അഹങ്കാരമടി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ 18 വയസ്സാവും, പിന്നെ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് ഡാഡീസ് ലിറ്റിൽ പ്രിൻസസിൻ്റെ ഡയലോഗൊക്കെ അടിച്ചിട്ട് സാറ വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. നായിക നേരെ പോയി റൂമിലേക്ക് കിടക്കുന്നു. ആ സമയത്ത് അമ്മയും ചേച്ചിയും അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ നായിക പറയും, ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് 18 വയസ്സാവും, പിന്നെ ഞാൻ ഉടനെ തന്നെ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഇവിടെ നിന്നും പോവും. അമ്മയും ചേച്ചിയും ഇവിടെ ഈ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ജീവിതം കളഞ്ഞോ, എനിക്ക് അത് പറ്റില്ല എന്ന് അമ്മയോടും ചേച്ചിയോടുമായിട്ട് നമ്മുടെ സാറ പറയുന്നു. പക്ഷേ ആ മൊട്ടത്തലയൻ ഇതൊക്കെ പുറത്തു നിന്ന് ഒളിച്ചു കേൾക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ സാറയുടെ അമ്മയും ചേച്ചിയും പുറത്തേക്ക് പോകും. വീട്ടിൽ നായിക ഒറ്റയ്ക്കാണ്. ആ മൊട്ടത്തലയൻ വന്നിട്ട് ഈ പെട്ടിയൊന്നെടുത്ത് താഴേക്ക് വെക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് നായികയെ വിളിക്കും. അവളും പതിയെ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോവും. അങ്ങനെ അവർ അതെടുത്തിട്ട് ഒരു ബേസ്മെന്റിലേക്ക് പോകും. അതിനുള്ളിൽ വേറെ റൂമുണ്ട്. അങ്ങനെ റൂം അവിടെ ഉള്ള കാര്യം പോലും നായിക അപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ പെട്ടിയൊക്കെ വെച്ചതിന് ശേഷം നായിക ആ റൂമിലിട്ട് പൂട്ടിയിട്ട് ആ മൊട്ടത്തലയൻ പുറത്തേക്ക് ഇറങ്ങുന്നു. നായിക ഉള്ളിൽ കിടന്ന് ഡോ മൊട്ടെ എന്നെ പുറത്തേക്ക് വിടറൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ അവിടെ നിന്നും പോകുന്നു. ആ ഡോറിനടുത്ത് തന്നെ ഒരു പാസ്വേഡ് ലോക്ക് ഉണ്ടായിരുന്നു. നായിക അത് പാസ്വേഡൊക്കെ പലതവണ അടിച്ചു നോക്കും. ഒരുപാട് തവണ തെറ്റായി അടിച്ചതുകൊണ്ട് തന്നെ ആ ബേസ്മെന്റിലുള്ള കറണ്ട് അങ്ങ് പോവും. വെറും ഇരുട്ട് മാത്രം. നായിക വേഗം അവർ കൊണ്ടുവന്ന ആ പെട്ടിയിൽ എന്താണെന്ന് നോക്കുന്നു. അതിൻ്റെ അകത്തൊരു ടോർച്ച് ലൈറ്റ്, പിന്നെ നായികയ്ക്ക് വേണ്ട വസ്ത്രങ്ങൾ, ഫുഡ്, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് നായിക ഒരു ചെറിയ വെന്റിലേറ്റർ കാണും. അവൾ വേഗം അവിടെ പോയിട്ട് നിലവിളിക്കാൻ തുടങ്ങും. പക്ഷേ ആ മുട്ടത്തലയൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെന്റിലേറ്റർ അടക്കം അങ്ങ് അടച്ചു കളയും. ആ ബേസ്മെന്റിലിരുന്ന് എത്ര ഉച്ചത്തിൽ കരഞ്ഞാലും നിലവിളിച്ചാലും ഒരാളും പുറത്തേക്ക് കേൾക്കില്ല. അത്ര സൗണ്ട് പ്രൂഫായിട്ടാണ് അയാളത് പണിതിട്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നറിയാതെ സാറയുടെ അമ്മയും ചേച്ചിയും സാറയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ മൊട്ടത്തലയനാണെങ്കിൽ രമണം പറഞ്ഞ പോലെ ഭദ്രനും മൂങ്ങനുമായിട്ട് അങ്ങിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ആ മൊട്ടത്തലയൻ വീണ്ടും സാറയെ കാണാൻ വേണ്ടിയിട്ട് ബേസ്മെന്റിലേക്ക് വരും. അയാൾ വരുന്ന ശബ്ദം കേട്ടിട്ട് സാറ പതിയെ പോയിട്ട് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കും. അയാൾ അകത്ത് കിടന്ന ഉടനെ അയാളെ തള്ളി മാറ്റി ഡോറും തുറന്ന് ഓടി പുറത്തേക്ക് പോകും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നുള്ള ഒരു ചിന്തയായിരുന്നു അവൾക്ക്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ആ ഡോറ് കഴിഞ്ഞ് വീണ്ടും മറ്റൊരു ഡോർ ഉണ്ടായിരുന്നു. അതും നമ്പർ ലോക്ക് തന്നെയാണ്. അപ്പോൾ ആ മൊട്ടത്തലയൻ അങ്ങോട്ടേക്ക് വന്ന് അവളെ മുടിയിൽ പിടിച്ച് വലിച്ചഴച്ച് ആ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. പ്ലീസ് പാ, എന്നെ വെറുതെ വിട് എന്ന് സാറ
കെഞ്ചും. നിനക്ക് എന്നെ അനുസരിക്കാൻ വയ്യ അല്ലേ? ഞാൻ പറഞ്ഞിട്ടും അത് കേൾക്കാതെ നീ നിന്റെ കാമുകന്റെ കൂടെ ഊര് തണ്ടിയിട്ട് വന്നതല്ലേ? ഇനി നിനക്ക് മാപ്പില്ല, പുറം ലോകം നീ ഇനി കാണില്ല എന്ന് ആ മൊട്ടത്തലയൻ പറയുന്നു. അത് കേട്ടതോടെ നായിക വീണ്ടും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ ആ കാമഭ്രാന്തൻ അവളെ റേപ്പ് ചെയ്യും. പാവം സാറ, അവള് ഛർദ്ദിച്ചു പോയി. അടുത്തതായിട്ട് സാറയുടെ അമ്മ പോലീസിൽ പോയിട്ട് കംപ്ലൈൻറ്റ് പറയും. അവർ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് സാറയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആ സമയത്ത് ആ മൊട്ടത്തലയും വന്നിട്ട് എൻ്റെ മോള് ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ കറങ്ങിയിട്ട് രാത്രിയാകുമ്പോൾ തിരിച്ചു വന്നോളൂ, നിങ്ങളതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ് പോലീസിനെ മടക്കി അയക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരാഴ്ചയായി നായികയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി. അവളവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം ഒരു സ്ഥലത്തിരുന്ന് തൻ്റെ കാമുകൻ്റെ കൂടെ ചെലവിട്ട സമയങ്ങളെക്കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ. നമ്മുടെ ഹീറോയിന് ബൈക്കിൽ പോകുന്നത് ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മുടെ നായകൻ അവളോട് പറയും, ഞാൻ നിനക്കൊരു പിങ്ക് ഹെൽമെറ്റ് വാങ്ങിത്തരാം, അതിട്ടിട്ട് എൻ്റെ കൂടെ വാ, എനിക്ക് പേടിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് കരയുകയാണ് നമ്മുടെ നായിക. ഇപ്പോൾ എനിക്കൊരു സംശയം, ഒരുവിധം എല്ലാ ഗേൾസിനും പിങ്ക് എന്ന് പറയുന്ന കളർ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ഇവൻ ഗേൾസ് ആണെങ്കിലും അതിൻ്റെ മറുപടി ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ. അടുത്ത ദിവസം സാറയുടെ കാമുകൻ അവളെ അന്വേഷിച്ച് വീട്ടിലേക്ക് എത്തുന്നു. പക്ഷേ ആ മൊട്ടത്തലയൻ അവൾ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയതായിരിക്കും, നീ അവളെ അന്വേഷിച്ച് ഈ വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞ് അവനെ മടക്കി അയക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പുള്ളിക്കാരന് അതൊന്നും വിശ്വാസമാവുന്നുണ്ടായിരുന്നില്ല. എന്നാലും അയാൾ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ സാറയുടെ 18ാമത്തെ ബർത്ത്ഡേ വന്നെത്തുന്നു. ആ മൊട്ടത്തലയൻ ഒരു ചെറിയ കേക്ക് എടുത്തു കൊണ്ടുവന്ന് സാറയോട് കട്ട് ചെയ്യാൻ പറയുന്നു. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം സാറ, എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ തരൂ എന്ന് പറയുന്നു. എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് എന്ന് മൊട്ടത്തലയനും ചോദിക്കുന്നു. എനിക്കിവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു, ഒരു TV കൊണ്ടുതരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. അതൊക്കെ ഭയങ്കര വലിയ ആശകളാണല്ലോ, അതൊന്നും പറ്റൂല എന്ന് പറയുന്നു. അപ്പോൾ സാറ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വാൾ ക്ലോക്ക് കൊണ്ടുതരണം. അത് ഞാൻ കൊണ്ടുതരാം, പകരം നീ എനിക്ക് എന്ത് ഗിഫ്റ്റാണ് തരാൻ പോകുന്നതെന്നും ചോദിച്ചിട്ട് അവളെ വീണ്ടും റേപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം ഹീറോയിൻ ഒരു വെപ്പൺ തയ്യാറാക്കുന്നു. ആ മൊട്ടത്തലേനെ എങ്ങനെയെങ്കിലും കൊന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളതായിരുന്നു അവളുടെ പ്ലാൻ. പക്ഷേ മൊട്ടത്തലയൻ ഭയങ്കര കണ്ണിങ് അല്ലേ, ഇവള് കയ്യോങ്ങുന്ന സമയത്ത് തന്നെ മൊട്ടത്തലേനെ അത് പിടിച്ച് അവളെ വലിച്ചെറിയുന്നു. നാളുകൾ കടന്നുപോയി. വർഷമൊന്നു കഴിഞ്ഞു. സാറ അവളുടെ അച്ഛനാൽ തന്നെ പ്രഗ്നൻ്റ് ആവുന്നു. ഇപ്പോൾ സാറയ്ക്ക് പ്രസവ വേദന വരുന്നു. എങ്ങനെയാണ് ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നതെന്നറിയാതെ അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പുസ്തകം വായിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവളുടെ 1ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നു. ഇപ്പോൾ ആ മൊട്ടത്തലയും വന്നിട്ട് അവൾക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ തിന്നാൻ കൊടുക്കുന്നു, പഴങ്ങളും മറ്റ് കുറേ സാധനങ്ങളും ഒക്കെ. അതിൻ്റെ കൂടെ തന്നെ ഒരു കത്തിയും വെച്ചിട്ടുണ്ടായിരുന്നു. സാറ ആ കത്തിയെടുത്ത് അയാളെ കൊന്ന് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ അവൾ ആ കത്തി ഉപയോഗിച്ച് ആപ്പിളൊക്കെ വെട്ടിമുറിച്ച് സമാധാനത്തോടെ കഴിക്കുന്നു. സാറയുടെ ആദ്യത്തെ കുഞ്ഞ് ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് മേരി എന്ന് പേരിടുന്നു. സാറയുടെ അമ്മ ഇപ്പോഴും മകളെ പിരിഞ്ഞ വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4 വർഷത്തോളം കഴിഞ്ഞു. ഹീറോയിൻ വീണ്ടും പ്രഗ്നൻ്റ് ആകുന്നു. നമുക്ക് ആ മൊട്ടത്തലയനോട് വരുന്ന ദേഷ്യമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റൂല. സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ വീണ്ടും 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 അവൻ്റെ കാമം അവളിൽ തീർത്തുകൊണ്ടിരിക്കുകയാണ്. സാറ അവനോട് ഞങ്ങളെ പുറത്തേക്ക് വിടുകയെന്ന് പറഞ്ഞിട്ട് കെഞ്ചും. അതൊന്നും പറ്റൂല, അങ്ങനെ വിടാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവും. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ആ മൊട്ടത്തലേന് ഒരു പ്രൊമോഷൻ കിട്ടി. അത് വന്നിട്ട് അയാൾ ഭയങ്കര സന്തോഷത്തോടെ ഭാര്യയോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളിക്കാരിക്ക് അതൊന്നും സന്തോഷം നൽകുന്നില്ല. മകള് നഷ്ടപ്പെട്ട് ഇത്രയും വർഷമായിട്ടും നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് പോലുമില്ല. ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടേതായ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭാര്യ തിരിച്ചും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അയാളോട് ചൂടായിക്കൊണ്ടിരുന്നു. ഞാൻ ഈ കേസ് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏൽപ്പിക്കാൻ പോവുകയാണ്, എൻ്റെ മോളെ എനിക്ക് തിരിച്ചു വേണമെന്നൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മൊട്ടയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റൊക്കെ നേരത്തെ പറഞ്ഞു പൊട്ടിച്ചിട്ട് അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവും. അടുത്ത സീനിൽ ആ മൊട്ടത്തലേൻ നമ്മുടെ നായിക 4 വർഷത്തിന് മുമ്പ് ഒരു TV ചോദിച്ചില്ലേ, അത് ഇപ്പോൾ കൊണ്ടു കൊടുക്കും. അങ്ങനെ ഹീറോയിനും മകള് മേരിയും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. സാറയ്ക്ക് ഇപ്പോൾ ഒരു മകൻ കൂടിയുണ്ട്. സാറയുടെ ആദ്യ മകൾ മേരിയില്ലേ, അവൾക്ക് ആസ്മയുണ്ട്. അതുകൊണ്ട് ആ മൊട്ടത്തലയൻ കുറച്ച് മരുന്നൊക്കെ കൊണ്ടു കൊടുക്കും. അപ്പോൾ സാറ പറയും, ഇതൊക്കെ വലിയ ആൾക്കാർക്ക് കഴിക്കാനുള്ള മരുന്നാണ്, കൊച്ചുകുട്ടികൾക്ക് ഇതല്ല കൊടുക്കേണ്ടത്, വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് ആ മൊട്ടയോട് സാറ വഴക്ക് കൂടും. ശേഷം മേരിയും അനിയനും പുറത്തുപോയി കളിക്കണമെന്ന് പറഞ്ഞ് കുറുമ്പ് കാണിക്കും. സാറയാട്ടെ 2 പേരെയും വഴക്ക് പറയും. അതേസമയം നമ്മുടെ സാറയുടെ കാമുകൻ ഇപ്പോഴും അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവൻ സാറയുടെ ചേച്ചിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നുള്ളതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അവൻ പറയും, നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു സാറ ഏതോരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയതാണ് എന്നൊക്കെ, അവൻ്റെ പേരും എന്തൊക്കെയോ പറഞ്ഞു എന്ന്. അത് കേട്ടപ്പോൾ സാറയുടെ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് വിഷമാവും. എൻ്റെ പെങ്ങൾ അങ്ങനെയൊന്നും ആരുടെ കൂടെയും പോവില്ല, എനിക്കറിയാവുന്നതല്ലേ അതൊക്കെയെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് അമ്മയോട് കാര്യം പറയും. അച്ഛനാണ് എന്തോ അവളെ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലാതെ അവൾ എവിടേക്കും ഓടിപ്പോയിട്ട്
വിട്ടില്ല. അങ്ങനെ അമ്മയും മോളും കൂടിയിട്ട് ആ മൊട്ടത്തലയനോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. പക്ഷെ അവൻ ഒരു ചോദ്യത്തിനും മറുപടി പറയാതെ അവരെ തുറിച്ചു നോക്കി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. പക്ഷേ ആ ബേസ്മെന്റിന്റെ താക്കോല് അയാൾ എടുക്കാൻ മറന്നിരുന്നു. ഇത് കണ്ട സാറയുടെ ചേച്ചി ആ താക്കോലും എടുത്ത് ബേസ്മെന്റിലേക്ക് പോകുന്നു. പക്ഷെ ആ മൊട്ടത്തലയും പിന്നാലെ ഫോളോ ചെയ്തു വന്ന് അവളെ വായിക്ക് വന്ന പോലെ ചീത്ത വിളിച്ചിട്ട് അവിടെ നിന്നും ഓടിക്കുന്നു. വീണ്ടും നാളുകൾ കടന്നുപോയി. നായിക വീണ്ടും പ്രഗ്നന്റ് ആവുന്നു. ഇത്തവണ ഒരു ആൺകുട്ടിയാണ് അവൾക്ക് ജനിച്ചത്. ഈ കുഞ്ഞിനെങ്കിലും ഈ ബേസ്മെന്റിൽ നിന്നും പുറത്തെത്തിക്കണമെന്ന് അവൾക്ക് തോന്നി. അവൾ ആ മൊട്ടത്തലയനോട് എന്തൊക്കെയോ പറഞ്ഞും കെഞ്ചിയും ആ കുഞ്ഞിനെ അമ്മയുടെ അടുക്കലെത്തിക്കാൻ സമ്മതിപ്പിക്കുന്നു. ആ മൊട്ടത്തലയൻ എന്ത് ചെയ്തു എന്നറിയോ? ആ കുഞ്ഞിനെ ഒരു കൂടയിലാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ വീടിൻ്റെ മുന്നിൽ വയ്ക്കുന്നു. നായികയുടെ അമ്മ വെളിയിൽ വന്ന് നോക്കുമ്പോൾ ഈ കൂടയും കുഞ്ഞിനെയും കാണും. ആ കൂടയിൽ ഒരു ലെറ്റർ കൂടി ഉണ്ടായിരുന്നു. അമ്മ, ഇതെൻ്റെ കുട്ടിയാണ്, എൻ്റെ കല്യാണം കഴിഞ്ഞു, പക്ഷേ ഈ കുഞ്ഞിനെ വളർത്താനുള്ള പണമോ സ്വത്തോ ഞങ്ങളുടെ കയ്യിലില്ല, അതുകൊണ്ട് ഈ കുഞ്ഞിനെ അമ്മ നന്നായി നോക്കണം എന്നായിരുന്നു ആ ലെറ്ററിൽ എഴുതിയിരുന്നത്. അതോടെ പുള്ളിക്കാരി ആ കുഞ്ഞിനെയും എടുത്ത് അകത്തേക്ക് പോകുന്നു. പക്ഷേ നമ്മുടെ സാറ ആ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്ന ആ കൂടയിൽ ഒരു ലെറ്റർ കൂടി വച്ചിരുന്നു. അമ്മ, അച്ഛൻ എന്നെ ഈ ബേസ്മെന്റിലാണ് അടച്ചിട്ടിരിക്കുന്നത്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്നാണ് എഴുതിയിരുന്നത്. പക്ഷേ സാറയുടെ ബാഡിലേക്കാണോ എന്നറിയില്ല, അത് കിട്ടിയത് ആ മൊട്ടത്തലേന് തന്നെയാണ്. അയാൾക്കാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറച്ചു. അയാൾ നേരെ ബേസ്മെന്റിലേക്ക് ചെന്നു. എന്നിട്ട് നായികയെ അയാൾ വീണ്ടും റേപ്പ് ചെയ്തു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഏകദേശം 14 വർഷം മുൻപോട്ട് പോയി. ഇപ്പോൾ നമ്മുടെ സാറയുടെ മക്കളെല്ലാവരും വളർന്നു. പക്ഷേ ഈ സമയത്തും നമ്മുടെ സാറ ഗർഭിണിയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ സാറയുടെ മകൾ മേരി മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് ആ മൊട്ടത്തലേന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു. അത് കണ്ടതും അയാൾ കാമവെറിയോടെ അവളെയും നോക്കാൻ തുടങ്ങി. ഇത് കണ്ട സാറ അവളോട് കയർത്തു. ഇനി മേലാൽ നീ മേക്കപ്പ് ഇട്ട് ഇങ്ങോട്ടേക്ക് വന്നു പോകരുതെന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് ആ മൊട്ടത്തലേനോട് പറഞ്ഞു, അവളിപ്പോ നിങ്ങൾക്ക് മകളും കൊച്ചുമോളും ഒക്കെയാണ്, ദയവ് ചെയ്ത് അവളെയെങ്കിലും വെറുതെ വിട്ടേക്ക്. ദേഷ്യം വന്ന ആ സാമദ്രോഹി അവിടുത്തെ ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്തിട്ട് അവിടെ നിന്നും പോകുന്നു. അന്ന് രാത്രി ആ മേരിക്ക് ശ്വാസം മുട്ടൽ വരുന്നു. ശ്വാസമെടുക്കാൻ ആ പാവം ഒരുപാട് കഷ്ടപ്പെടുകയാണ്. ഒടുവിൽ സാറ മരുന്നൊക്കെ കൊടുത്ത് സാവധാനത്തിൽ മേരിയെ നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ 17 വർഷങ്ങൾ കടന്നുപോയി. ആ ഒരു ദിവസം നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ഈ മഴ പെയ്ത വെള്ളം മേരിയും സാറയും ഇരിക്കുന്ന സമയത്ത് അവരുടെ ബേസ്മെന്റിലേക്ക് എത്തുന്നു. അത് കണ്ട സാറയ്ക്ക് സന്തോഷമായി. അവളൊരു സ്പൂൺ എടുത്തിട്ട് ആ വെള്ളം വരുന്ന ഭാഗം ചുരണ്ടി 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 നോക്കുമ്പോൾ അവിടെ ഒരു ഹോളുണ്ട്. സാറ എന്ത് ചെയ്തു എന്നറിയോ? ഒരു ടോർച്ച് എടുത്തിട്ട് ആ ഹോളിലൂടെ പുറത്തേക്ക് ലൈറ്റ് അടിക്കാൻ തുടങ്ങി. ഇത് പുറത്തു നിന്നുള്ള ഒരു വ്യക്തി കാണുന്നു. എത്രയും പെട്ടെന്ന് ഇത് ആ വീട്ടുകാരെ അറിയിക്കണമെന്ന് കരുതി അയാൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. പക്ഷേ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നത് ആ മൊട്ടത്തലയൻ തന്നെയാണ്. ഇയാൾ ആ ബേസ്മെന്റിൽ നിന്നും ലൈറ്റ് കാണുന്ന കാര്യം അയാളോട് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ആ മൊട്ടത്തലയന് ദേഷ്യം അടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ദേഷ്യത്തോടെ ബേസ്മെന്റിലേക്ക് ചെന്ന് നായിക ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ ചവിട്ടുകയും ഇട്ടിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്തു. അവളുടെ വയറിന് തന്നെ ചവിട്ടുന്നു ആ വൃത്തികെട്ട നീചൻ. അതുകൊണ്ട് തന്നെ അവളുടെ ആ ബേബി അബോട്ടാവുകയും ചെയ്യുന്നു. ചാപിളിയായി ജനിച്ച ആ കുഞ്ഞിന്റെ ശരീരം ആ മൊട്ടത്തലയനെ എടുത്തുകൊണ്ടുപോയി ആരും കാണാതെ കുഴിച്ചിടുന്നു. ഇപ്പോൾ 18 വർഷം കഴിഞ്ഞു. ആ മൊട്ടത്തലയൻ ബേസ്മെന്റിലേക്ക് വരുന്നു. സാറ അയാളോട് അമ്മ വളർത്തുന്ന കുഞ്ഞിനെ പറ്റി ചോദിക്കുന്നു. അവൻ വലിയ ചെക്കനായി പോയി, ഇപ്പോൾ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് എന്ന് അയാൾ പറയും. അത് കേട്ടപ്പോൾ മറ്റ് 2 കുട്ടികൾക്കും ഒരു ആഗ്രഹം തോന്നും പുറത്തുപോയി ജീവിക്കാൻ. അവർ ആ മൊട്ടത്തലയൻ തെണ്ടിയോട് ഞങ്ങൾക്കും പുറത്തു പോകണം, ഞങ്ങളെയും കൂട്ടിയിട്ട് പോ എന്ന് പറയുന്നു. അതൊന്നും പറ്റൂല, ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് ആ മൊട്ടത്തലയൻ അവിടെ നിന്നും പോകുന്നു. ദേഷ്യം വന്ന 2 പിള്ളേരും കൂടിയിട്ട് സാറയോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇതോടെ ടെൻഷനായിട്ട് നമ്മുടെ സാറ എന്ത് ചെയ്തു എന്നറിയാം? അവിടെയുള്ള സാധനങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ച് അവരോട് ദേഷ്യപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ സമാധാനപരമായിട്ട് അവരോട് സംസാരിക്കുകയാണ്. ഇപ്പൊ പോയ പരമനാറിയില്ലേ, അത് നിങ്ങളുടെ അച്ഛൻ മാത്രമല്ല, എന്റെയും അച്ഛൻ അയാൾ തന്നെയാണ് എന്ന സത്യം സാറ ആ കുഞ്ഞുങ്ങളോട് തുറന്നു പറയുന്നു. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് അയാൾ ഇവിടെ കൊണ്ട് അടച്ചിട്ടതാണ്. എൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെ ഈ ബേസ്മെന്റിന് മുകളിൽ തന്നെയാണുള്ളത് എന്ന് സാറ പറയുന്നു. ഇതൊക്കെ കേട്ടതോടെ മേരി ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ മേരിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങുന്നു. സാറ മരുന്നൊക്കെ കൊടുത്ത് അവളെ സമാധാനിപ്പിക്കുന്നു. ഇപ്പോൾ 19-ാം വർഷം. കിട്ടുന്ന സാലറി വെച്ചിട്ട് ആ മൊട്ടത്തലേനെ 2 ഫാമിലിയും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ സാറയ്ക്കും കുഞ്ഞുങ്ങൾക്കും കുറച്ച് ഭക്ഷണം മാത്രമേ കൊണ്ടു കൊടുക്കുന്നുള്ളൂ. മാത്രമല്ല നമ്മുടെ സാറയെ വളരെ വൃത്തികെട്ട രീതിയിൽ ചീത്ത പറയുകയും ചെയ്യും. ഇത് കണ്ട് ദേഷ്യം വന്ന സാറയുടെ ചെക്കൻ അയാളെ തല്ലാനോങ്ങും. അയാൾ അവനെ പിടിച്ച് തള്ളി മാറ്റുകയൊക്കെ ചെയ്യും. അതിനുശേഷം മേലെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവിടെ ഭാര്യയും ഇയാളോട് കയർക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഒന്നും വീട്ടിലേക്ക് കൃത്യമായിട്ട് എത്തുന്നില്ല, നിങ്ങൾ മറ്റെന്തോ കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്, അതൊക്കെ ഞങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളും അയാളെ
ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതോടുകൂടി ഫ്രസ്ട്രേറ്റഡായ ആ മൊട്ടത്തലയൻ സാറയെയും കുഞ്ഞുങ്ങളെയും കൊല്ലാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് അയാൾ കാറിന്റെ പുക ബേസ്മെന്റിലേക്ക് പോകുന്നത് പോലെ സെറ്റ് ചെയ്ത് വെച്ച് കാറ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴേക്കും സാറയുടെ 3ാമത്തെ മകൻ അവിടേക്ക് വരുന്നു. അതുകൊണ്ട് അയാൾക്ക് അയാളുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ 20 വർഷം കഴിഞ്ഞു. സാറയും കുഞ്ഞുങ്ങളും ആ ബേസ്മെന്റിൽ തന്നെ കഴിയുകയാണ്. മേരിക്ക് തീരെ സുഖമില്ല. അവൾ ആകെ തളർന്നു പോയിരിക്കുകയാണ്. ഇതേസമയം വീടിന് പുറത്ത് ചെറിയൊരു പാർട്ടി പോലെ നടക്കുകയാണ്. അവിടെ ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തീ കത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് പുക ആ ബേസ്മെന്റിലേക്ക് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേരിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങുന്നു. പാവം ഭയങ്കരമായിട്ട് തളർന്നു പോയി. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൊട്ടത്തലയൻ നേരെ ബേസ്മെന്റിലേക്ക് വരുന്നു. ആ സമയത്ത് നമ്മുടെ സാറ ഒരുപാട് കരഞ്ഞപേക്ഷിക്കും അയാളോട് ഇവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അവളിവിടെ കിടന്ന് മരിച്ചു പോകുമെന്നും പറഞ്ഞ് അവൾ കരയുകയാണ്. ഒരുപാട് പറഞ്ഞതിന് ശേഷമാണ് ആ മൊട്ടത്തലയൻ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നത്. ആ സീനാണ് നമ്മൾ ആദ്യം കണ്ടത്. ആശുപത്രിയിൽ വെച്ച് ഒരു നേഴ്സ്, നീയൊക്കെ എന്തൊരു അച്ഛനാടോ, ഈ കുഞ്ഞിനെ ഇത്രയും കാലം ആശുപത്രിയിൽ കാണിക്കാതെ വെച്ചല്ലോ, ഇത്രയും സീരിയസ് ആകുന്നത് വരെ കാത്തിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മൊട്ടയോട് ചൂടാവുന്നു. അതിനുശേഷം അഡ്മിഷൻ ഫോമും കൊടുത്തിട്ട് പൂരിപ്പിക്കാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടെ നിന്നും പോകുന്നു. നമ്മുടെ സാറ എന്ത് ചെയ്തു എന്നറിയോ? ആ ഫോമിൽ വെള്ളം മറിക്കുന്നു. അതുകൊണ്ട് ദേഷ്യം വന്ന ആ മൊട്ടത്തലയൻ അവളോട് ചൂടാവുന്നു. എന്തെങ്കിലും കാര്യം ഇവിടെ പറയാനാണ് പ്ലാനെങ്കിൽ നിന്റെ മകനെ ഞാൻ കൊന്നുകളയും എന്നും പറഞ്ഞ് മറ്റൊരു ഫോം വാങ്ങാനായി അവിടെ നിന്നും പോകുന്നു. തനിക്ക് രക്ഷപ്പെടാനുള്ള ഏക ചാൻസ് ഇതാണെന്നും ഇനിയും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ താൻ ജീവിതാന്ത്യം വരെ ആ ബേസ്മെന്റിൽ തന്നെ കഴിയേണ്ടി വരുമെന്നും നായികയ്ക്കറിയാം. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ എന്നും പറഞ്ഞിട്ട് ആ നേഴ്സിനോട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവളെ ഫോളോ ചെയ്ത് നായിക പിന്നാലെ പോകുന്നു. പക്ഷേ നമ്മുടെ മൊട്ടത്തലയൻ ഇത് കാണുകയും അയാളും ഇവളെ ഫോളോ ചെയ്യുന്നു. സാറാ സാറാ എന്ന് അയാൾ പിന്നിൽ നിന്നും കാറി വിളിക്കുന്നുണ്ട്. ആകെ പേടിച്ചു പോയ നായിക നേഴ്സിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അവളുടെ മേലേക്ക് മയങ്ങി വീഴുന്നു. അവിടെ ചില പോലീസുകാർ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ആ മൊട്ടത്തേണ്ടിയുടെ മേലെ ഒരു സംശയം തോന്നുന്നു. അവർ ചെന്ന് ആ മൊട്ടത്തേണ്ടിയെ ചോദ്യം ചെയ്തപ്പോഴേക്കും എല്ലാ സത്യങ്ങളും പുറത്തു വരും. അങ്ങനെ പരമച്ചെറ്റയായ ആ മൊട്ടത്തലേനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ചികിത്സയിലായിരുന്ന മേരി സുഖം പ്രാപിക്കുന്നു. ആ ബേസ്മെന്റിലുള്ള കുട്ടിയെയും പുറത്തു കൊണ്ടുവരുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. തുടർന്ന് സാറയും അമ്മയും ചേച്ചിയും സാറയുടെ കുട്ടികളുമെല്ലാം സന്തോഷത്തോടെ കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണിക്കുന്നു. ആ സമയം അവിടേക്ക് നായികയുടെ ലവർ വരുന്നു. 20 വർഷമായിട്ട് കാണാതായ തൻ്റെ കാമുകിക്ക് വേണ്ടി അയാൾ ഇത്രയും കാലം കാത്തിരുന്നു. അവൾ തിരിച്ചു വന്നു എന്നറിഞ്ഞ ഉടനെ അവൻ അവളെ കാണാനായി അങ്ങോട്ടേക്ക് വന്നു. ശരിക്കും അവനല്ലേ ഒരു യഥാർത്ഥ ലവർ? ശേഷം അവനും സാറയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സാറ കരയുകയാണ്. അവൾ കരയുന്നത് അവനും സഹിക്കാൻ പറ്റിയില്ല. അവനും കരഞ്ഞുകൊണ്ട് അവളെ സമാധാനിപ്പിക്കുന്നു. ശേഷം അവൻ കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റ് സാറയ്ക്കായി അവൻ നൽകുന്നു. എന്താണെന്ന് സാറ എടുത്തു നോക്കിയപ്പോൾ ഒരു പിങ്ക് ഹെൽമെറ്റ്. അങ്ങനെ ആ ഹെൽമെറ്റും ഇട്ട് സാറ നായകൻ്റെ കൂടെ ബൈക്കിലിരുന്ന് യാത്ര പോകുന്നു. ആ സീനോടുകൂടി സിനിമയും അവസാനിക്കുന്നു. ഈ മൊട്ടത്തലേന് ശിക്ഷ വിധിക്കാനുള്ള ഒരു അവകാശം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ എന്ത് ശിക്ഷയായിരിക്കും നിങ്ങൾ നൽകുക എന്നുള്ളത് തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയും സിനിമയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും ഇതുപോലുള്ള സിനിമകളുമായിട്ട് വരാം. അതുവരെ